ഗായ്സ്, അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ അതിരാവിലെ എനിക്ക് പൂക്കളൊക്കെ പറിച്ച് പൂക്കളിടുന്ന തിരക്കില്ലാട്ടോ. ഓണം എന്ന് പറയുമ്പോൾ പൂക്കളം ഇല്ലാത്തൊരു ഓണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നമ്മൾ ചാണകമൊക്കെ വഴുകി പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം വിചാരിച്ച് ഭയങ്കര ഈസി ആക്കി ഇടാൻ, പക്ഷെ ഇട്ടിട്ട് പോകുമ്പോൾ അതിന്റെ കഷ്ടം മനസ്സിലായത് ഗൈസ്. പിന്നെ ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. വെയിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പിന്നെ കൊടയൊക്കെ പിടിച്ച് തലയിൽ ഒരു ചട്ടിയൊക്കെ കമഴ്ത്തിയിട്ട് നമ്മൾ അങ്ങനെ മണിക്കൂറുകളോളം പ്രയത്നത്തിൻ്റെ ഒടുവിൽ നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടോ. ശരിക്കും നേരെ തിരിച്ചാ, കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഇതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളെല്ലാം നേരെ തിരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും കൂടി ചേർന്ന് നമ്മുടെ പാചകത്തിന്റെ തിരക്കില്ല കേട്ടോ. അങ്ങനെ പാചകമൊക്കെ ചെയ്ത് നമ്മൾ അടിപൊളി കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ഓണസദ്യയാണ്. നമ്മളുടെ മെയിൻ ഓണസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇലയൊക്കെ ഇട്ട് അച്ചാറ് പുളിശ്ശേരി അവിയൽ തോരൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വിളമ്പി എല്ലാം കൂടി കഴിച്ചു കേട്ടോ. പിന്നെ ഓണത്തിന് മെയിൻ ഓണക്കളിയാണ്. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഓണവിശേഷങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.